നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മുഖ്യമന്ത്രി വി.ഡി. സതീശൻ അങ്ങനെ തിരഞ്ഞെടുപ്പ് ഫലം വന്നു. അദ്ദേഹം മുഖ്യമന്ത്രിയായി. അതിനുശേഷം ഇപ്പോൾ ഔദ്യോഗിക വസതിയിലേക്ക് അദ്ദേഹം മാറിയിരിക്കുകയാണ്. ഇന്ന് രാവിലെ 6:45 കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹം ക്ലിഫ് ഹൗസിലേക്ക് വാഹനത്തിലെത്തിയത്. മുഹൂർത്തം നോക്കി ക്ലിഫ് ഹൗസിൽ കയറി അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനൊപ്പമാണ് അങ്ങോട്ടേക്ക് മാറിയത്. രണ്ട് ഉദ്യോഗസ്ഥരടക്കം ഉണ്ടായിരുന്നു. ആരെയും മാധ്യമങ്ങളടക്കം അദ്ദേഹം കയറ്റിവിടാൻ അനുവദിച്ചില്ല. ബ്ലോക്ക് മെമ്പേഴ്സ് അടക്കമുള്ളവർ അദ്ദേഹത്തെ കാണാൻ എത്തിയിരുന്നു. അവരെയും കയറ്റിവിട്ടില്ല. 7 മണിക്ക് മുന്നേ തന്നെ വീട്ടിൽ കയറിയെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തിരഞ്ഞെടുപ്പ് ഫലം വന്നു. അദ്ദേഹം മുഖ്യമന്ത്രിയായി. പക്ഷേ ഔദ്യോഗിക വസതി ഇതുവരെ മാറിയിരുന്നില്ല. ഇത് പരാതിയായി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഉന്നയിച്ചിരുന്നു. പ്രതിപക്ഷ നേതാവ് കന്റോൺമെന്റ് ഹൗസിലും മുഖ്യമന്ത്രി ക്ലിഫ് ഹൗസിലുമാണ്. തനിക്ക് ഇതുവരെ കന്റോൺമെന്റ് ഹൗസ് കിട്ടിയിട്ടില്ല എന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ നേരത്തെ പരാതി പറഞ്ഞിരുന്നു. എന്തായാലും ദിവസങ്ങൾക്ക് ശേഷം ക്ലിഫ് ഹൗസിൽ എത്തിയിരിക്കുകയാണ് വി.ഡി. സതീശൻ. ഇന്ന് രാവിലെയാണ് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ കുടുംബസമേതം ക്ലിഫ് ഹൗസിലേക്ക് താമസം മാറിയത്. അറ്റകുറ്റപ്പണികളും നവീകരണ പ്രവർത്തനങ്ങളും പൂർത്തിയാകാത്തതിനാലാണ് ഗൃഹപ്രവേശം ഇത്രയധികം 1 മാസത്തോളമായി വൈകിയത്. ചടങ്ങുകളില്ലാതെയായിരുന്നു ഗൃഹപ്രവേശം എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പാലുകാച്ചൽ ചടങ്ങ് മാത്രമാണ് ഉണ്ടായത്. പ്രതിപക്ഷ നേതാവിന്റെ ഔദ്യോഗിക വസതിയായ കന്റോൺമെന്റ് ഹൗസിലാണ് മുഖ്യമന്ത്രി ഇന്നലെ വരെ താമസിച്ചിരുന്നത്. പ്രതിപക്ഷ നേതാവാകട്ടെ തിരുവനന്തപുരത്ത് വാടക വീട്ടിലായിരുന്നു ഇത്രയും കാലം താമസിച്ചുകൊണ്ടിരുന്നത്. കന്റോൺമെന്റ് ഹൗസ് വിട്ടുകിട്ടിയില്ലെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. ഇതിന് പിന്നാലെയാണ് താമസം ക്ലിഫ് ഹൗസിലേക്ക് മാറ്റാൻ മുഖ്യമന്ത്രി തീരുമാനിച്ചത്. എന്തായാലും വളരെ ലളിതമായിട്ടുള്ള ചടങ്ങുകളായിരുന്നു. മുഖ്യമന്ത്രിയും ഭാര്യയും മകളും മറ്റടുത്ത ബന്ധുക്കളും മാത്രമാണ് ഈ ചടങ്ങുകളിൽ പങ്കെടുത്തത്. ക്ലിഫ് ഹൗസിൽ അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാൽ ചുമതല ഏറ്റെടുത്ത 1 മാസത്തോളം അങ്ങോട്ടേക്ക് വരാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നില്ല. ക്ലിഫ് ഹൗസിൽ നടക്കുന്ന അറ്റകുറ്റപ്പണി പലപ്പോഴും വിവാദമായിട്ടുള്ളതാണ്. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ പല അറ്റകുറ്റപ്പണികളും വലിയ വിവാദമായിട്ടുള്ളതാണ്. പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരിക്കെ ക്ലിഫ് ഹൗസിൽ നീന്തൽക്കുളം സ്ഥാപിച്ചതും പശുത്തൊഴുത്ത് നിർമ്മിച്ചതും ഒക്കെ വലിയ വിവാദമായ സംഭവമാണ്. മാത്രമല്ല മുഖ്യമന്ത്രി ക്ലിഫ് ഹൗസിലേക്ക് താമസം മാറാത്തത് പ്രതിപക്ഷ വിമർശനങ്ങൾക്ക് വഴിവെച്ചു. എല്ലാ വിമർശനങ്ങൾക്കും ഒടുവിൽ അദ്ദേഹം ഇപ്പോൾ മാറിയിരിക്കുകയാണ്. എന്തായാലും ഇനി തുടർന്ന് പ്രതിപക്ഷ നേതാവ് കന്റോൺമെന്റ് ഹൗസിലേക്ക് മാറും. പൊതുമരാമത്ത് വകുപ്പിന്റെ മേൽനോട്ടത്തിൽ ദീർഘകാലമായി നടക്കുന്ന നവീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ചോർച്ചയടക്കലും പെയിന്റിങ്ങും ഉൾപ്പെടെയുള്ള പണികളാണ് അവസാന ഘട്ടത്തിലെത്തിയത്. ചില മിനുക്കു പണികൾ കൂടി ബാക്കിയുണ്ടെങ്കിലും ഔദ്യോഗിക വസതിയിലേക്ക് മാറുന്നതിന് മറ്റ് തടസ്സങ്ങളില്ലാത്ത സാഹചര്യത്തിലാണ് ഇന്ന് തന്നെ താമസം മാറുക എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയത്. മുഖ്യമന്ത്രി ക്ലിഫ് ഹൗസിലേക്ക് മാറുന്നതോടെ അദ്ദേഹം നിലവിൽ താമസിക്കുന്ന കന്റോൺമെന്റ് ഹൗസ് പുതിയ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന് ഔദ്യോഗിക വസതിയായി അനുവദിക്കും. മുഖ്യമന്ത്രി കന്റോൺമെന്റ് ഹൗസിൽ തുടരുന്നതിനെതിരെ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ പിണറായി വിജയൻ നേരത്തെ പരസ്യമായി അതൃപ്തി പ്രകടിപ്പിച്ചിരുന്നു. കന്റോൺമെന്റ് ഹൗസ് കിട്ടാത്തത് തന്റെ പ്രവർത്തനങ്ങളെ ബാധിക്കുന്നുണ്ടെന്ന് അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പരാതിയായി ഉന്നയിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും മുഖ്യമന്ത്രി ക്ലിഫ് ഹൗസിലേക്ക് മാറിയ സാഹചര്യത്തിൽ കന്റോൺമെന്റ് ഹൗസിലേക്ക് മാറുന്ന കാര്യത്തിലും ഒരു അനിശ്ചിതത്വങ്ങൾക്കൊക്കെ ഒരു വിരാമമാകുകയാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ക്ലിഫ് ഹൗസിലെ അവസാനഘട്ട ഒരുക്കങ്ങൾ അതിവേഗത്തിലാണ് നടത്തിയത്. എന്തായാലും ഒടുവിൽ അദ്ദേഹം മാറിയിരിക്കുന്നു. ഇനി പ്രതിപക്ഷ നേതാവ് എപ്പോൾ കന്റോൺമെന്റ് ഹൗസിലേക്ക് മാറുമെന്ന ചോദ്യമാണ് ഉയരുന്നത്. കന്റോൺമെന്റ് ഹൗസിൽ നിന്ന് ക്ലിഫ് ഹൗസിലേക്ക് അകലം 2.5 കിലോമീറ്റർ മാത്രമാണ്. ഈ 2 പുരാതന മന്ദിരങ്ങൾ തമ്മിലുള്ള രാഷ്ട്രീയ ദൂരം ഗൂഗിൾ മാപ്പിൽ തെളിയുന്നതല്ല. എന്നാൽ കേരളത്തിന്റെ രാഷ്ട്രീയ മനസ്സിൽ ആ ദൂരം തെളിയും. 10 വർഷത്തിന് ശേഷമാണ് കന്റോൺമെന്റ് ഹൗസിലെ താമസക്കാരൻ ക്ലിഫ് ഹൗസിലേക്ക് എത്തുന്നത്. ക്ലിഫ് ഹൗസിലെ താമസക്കാരൻ കന്റോൺമെന്റ് ഹൗസിലേക്കും എത്തുന്നത്. 10 വർഷമായി ക്ലിഫ് ഹൗസിന് ഫർലോങ് അകലെ ആളുകളെ തടഞ്ഞിടുന്ന ഇരുമ്പ് വേലികൾ മായുമോ? അതായത് ഈ 10 വർഷം മുഖ്യമന്ത്രി അദ്ദേഹം ആ വീട്ടിലേക്ക് പ്രവേശിപ്പിച്ചിരുന്നില്ല മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ. ആ ഒരു തടസ്സങ്ങളൊക്കെ മാറുമോ എന്ന ചോദ്യം നിലവിൽ ഉയരുന്നുണ്ട്. ആളുകളുടെ ആധാരവും മൂലാധാരവും വരെ ചോദിച്ചറിയുന്ന പോലീസുകാർ മാറുമോ? ചോദ്യം ഉയരുകയാണ്. പ്രത്യേകിച്ച് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനെ കാണാൻ അദ്ദേഹത്തിന്റെ വസതിയിലേക്ക് ആരെയും അങ്ങനെ അധികം കയറ്റി വിടാറില്ലായിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള ഈ റെസ്ട്രിക്ഷൻസ് ഒക്കെ ഈ മുഖ്യമന്ത്രിയുടെ കാലത്ത് മാറുമോ, അത് തുടരുമോ എന്ന ചോദ്യം കൂടി ഉണ്ട്. ക്ലിഫ് ഹൗസിന് പത്രാസ് ഉണ്ട്. പൈതൃകം കൂടുതൽ കന്റോൺമെന്റ് ഹൗസിനാണ്. 1800 കാലഘട്ടത്തിൽ ബ്രിട്ടീഷ് സൈനിക മേധാവിക്ക് വേണ്ടിയാണ് ഈ കെട്ടിടം നിർമ്മിച്ചത്. 2 നൂറ്റാണ്ടിലേറെ പഴക്കമുണ്ട് ഈ കെട്ടിടത്തിന്. തിരുവിതാംകൂർ പട്ടാളത്തെ പിരിച്ചുവിട്ട് ബ്രിട്ടീഷ് സൈന്യം ഭരണം ഏറ്റെടുക്കുന്നത് 1805 അതിനുശേഷമാണ് ഈ കെട്ടിടം നിർമ്മിച്ചത്. യൂറോപ്യൻ ശൈലിയിൽ നിർമ്മിച്ച ഈ മന്ദിരത്തിന് പല കാലഘട്ടങ്ങളിൽ പല രീതിയിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷേ അടിസ്ഥാന ഘടന അതുപോലെ നിലനിർത്തിയിട്ടുണ്ട് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ മറ്റൊരു കാര്യം. രാജഭരണം ജനാധിപത്യത്തിന് വഴിമാറിയപ്പോൾ പ്രമുഖ നേതാക്കളുടെ പാർപ്പിടമായി ഈ മന്ദിരം മാറുകയും ചെയ്തു.
സി കേശവൻ, പി കെ കുഞ്ഞ്, സി അച്യുതമേനോൻ, കെ കരുണാകരൻ, ഇ കെ നായനാർ, എ കെ ആന്റണി, ഉമ്മൻചാണ്ടി, വി എസ് അച്യുതാനന്ദൻ, ഒടുവിൽ രമേശ് ചെന്നിത്തല, വി ഡി സതീശൻ തുടങ്ങി നിരവധി നേതാക്കളുടെ തലസ്ഥാനവാസ കേന്ദ്രമായി കാര്യാലയമായി ഒക്കെ കന്റോൺമെന്റ് ഹൗസ് മാറിയിരുന്നു. അവിടേക്കാണ് ഇപ്പോൾ പിണറായി വിജയൻ എത്തുന്നത്. ചുരുക്കത്തിൽ എതിർപക്ഷ നേതാക്കളുടെ കേന്ദ്രം എന്ന് വേണമെങ്കിൽ നമുക്കിതിനെ വിശേഷിപ്പിക്കാം. രാഷ്ട്രീയ നീക്കങ്ങളുടെയും പൊട്ടിത്തെറികളുടെയും തുറന്നു പറച്ചിലുകളുടെയും ഒരു പ്രഭവ കേന്ദ്രമായിട്ടും ഇതിനെ കണക്കാക്കുന്നുണ്ട്. ക്ലിഫ് ഹൗസിലെ താമസക്കാരനെതിരായ വിമർശനം, ആരോപണം അതെല്ലാം അവിടെ നിന്നാണ് ഉയരുന്നത്. പ്രതിപക്ഷ നേതാവായിരുന്ന വി എസ് അച്യുതാനന്ദന്റെ ഒരു വാർത്താ സമ്മേളനം നമുക്ക് മറക്കാനാകില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയിൽ നിന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് രൂപീകരിച്ച സന്ദർഭം അത് നമുക്ക് കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ മറക്കാനാവില്ല. എസ് എ ഡാംഗെയുടെ ഏകാധിപത്യ പ്രവണതകളെ കുറിച്ച് സാമാന്യം സവിസ്തരം വിശദീകരിച്ചതും കന്റോൺമെന്റ് ഹൗസിൽ ഇരുന്നായിരുന്നു അന്ന് വി എസ് അച്യുതാനന്ദൻ അതെല്ലാം വിശദീകരിച്ചത്. ഇനി ക്ലിഫ് ഹൗസിലേക്ക് വരാം. 120 വയസ്സുണ്ട് ക്ലിഫ് ഹൗസിന്. തിരുവിതാംകൂർ രാജഭരണകാലത്ത് ദേവസ്വം വകുപ്പ് കൈയാളിയിരുന്ന ദിവാൻ പേഷ്കാർക്ക് താമസിക്കാൻ നിർമ്മിച്ചതാണത്. ഗാന്ധിജിയുടെ കേരള സന്ദർശന വേളയിൽ ക്ലിഫ് ഹൗസിൽ താമസിച്ചിട്ടുണ്ടെന്നാണ് മുതിർന്ന മാധ്യമ പ്രവർത്തകരൊക്കെ വിലയിരുത്തുന്നത്. സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം പൊതുമരാമത്ത് വകുപ്പ് മന്ദിരം ഏറ്റെടുത്ത് അതിനെ അതിഥി മന്ദിരമാക്കി. മൊത്തം 4.2 ഏക്കറാണ് ക്ലിഫ് ഹൗസ് വളപ്പ്. 1957 മുതൽ മുഖ്യമന്ത്രിമാരുടെ വസതി. ആദ്യ മുഖ്യമന്ത്രിയായ EMS മുതൽ പിണറായി വിജയൻ വരെ ക്ലിഫ് ഹൗസിൽ താമസിച്ചിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ക്ലിഫ് ഹൗസിൽ താമസിച്ചത് പിണറായി വിജയൻ തന്നെയാണ്, 10 വർഷം. ഏറ്റവും കൂടുതൽ സുരക്ഷയോടെ ഈ മന്ദിരം കാത്തു സൂക്ഷിച്ചതും പിണറായിയുടെ കാലത്ത് തന്നെയാണ്. പശുക്കൾക്ക് പാട്ട് കേട്ട് താമസിക്കാൻ ആധുനിക തൊഴുത്ത് നിർമ്മിച്ചതും ഈ കാലത്ത് തന്നെയാണ്, വിവാദമായതുമാണ്. അടുത്ത കാലത്ത് ക്ലിഫ് ഹൗസ് ഒരുപാട് വാർത്തകളിൽ നിറഞ്ഞിരുന്നു. നീന്തൽക്കുളം നിർമ്മിച്ചത്, പശുക്കൾക്ക് തൊഴുത്ത് നിർമ്മിച്ചത്, അങ്ങനെ വിവാദങ്ങളുടെ ഒരു ഉറവിടം കൂടിയായിരുന്നു കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ക്ലിഫ് ഹൗസ്. കെ കരുണാകരൻ നീന്തൽക്കുളം നിർമ്മിച്ചതും അക്കാലത്ത് വലിയ വിവാദമായ സംഭവമാണ്. കോൺഗ്രസ് മുഖ്യമന്ത്രിമാരുടെ താമസക്കാലത്താണ് ക്ലിഫ് ഹൗസിന് രാഷ്ട്രീയ ബാധ കൂടുതൽ ഉണ്ടാവാറുണ്ട് എന്ന ഒരു രീതിയിലുള്ള ഒരു കിംവദന്തികളൊക്കെ പരന്നത്. അവരിൽ തന്നെ കെ കരുണാകരന്റെ കാലത്താണ് ക്ലിഫ് ഹൗസ് കൂടുതൽ ഒരു മോഡിയിലേക്ക് എത്തുന്നത്. കരുണാകരന്റെ കാലത്ത് നിർമ്മിച്ച കുളത്തിൽ തന്റെ നായ ടോമിയെ കുളിപ്പിക്കുമെന്നായിരുന്നു അന്നത്തെ പ്രതിപക്ഷ നേതാവായ ഇ കെ നായനാർ പറഞ്ഞത്. വെറുതെ തട്ടിവിടുക മാത്രമല്ല, മുഖ്യമന്ത്രിയായി ആദ്യം ക്ലിഫ് ഹൗസിൽ ചെന്നപ്പോൾ ടോമിയെ നീന്തൽക്കുളം കാണിക്കുകയാണ് അദ്ദേഹം ആദ്യം ചെയ്തത്. പട്ടിയെ അതിൽ കുളിപ്പിച്ചു എന്നത് മാത്രം ചരിത്രം രേഖപ്പെടുത്തിയിട്ടില്ല എന്നാണ് ചരിത്രകാരന്മാർ വ്യക്തമാക്കുന്നത്. കരുണാകരന്റെ കാലത്ത് ഭരണകേന്ദ്രം ക്ലിഫ് ഹൗസ് ആയിരുന്നുവെന്ന് പറഞ്ഞാൽ അതിശയോക്തിയില്ല. ആശ്രിതർ, ആരാധകർ, ഗ്രൂപ്പ് യോഗങ്ങൾ, തന്ത്രങ്ങൾ മെനയൽ എല്ലാം കൂടി അക്കാലങ്ങളിൽ ക്ലിഫ് ഹൗസ് സദാ സജീവമായിരുന്നു. കരുണാകരൻ 1995 മുഖ്യമന്ത്രി പദം ഒഴിയുന്നതിന് തൊട്ടു മുമ്പുള്ള ദിവസങ്ങൾ ക്ലിഫ് ഹൗസ് വിശ്രമമില്ലാത്ത ദിവസങ്ങളായിരുന്നു. മുഖ്യമന്ത്രിയുടെ ഭാവി സംബന്ധിച്ച് ചർച്ചകൾ നടക്കുമ്പോൾ അക്കാലത്ത് വാർത്താ ചോർത്താനായി ക്ലിഫ് ഹൗസിന് പുറത്ത് ചുറ്റിക്കറങ്ങിയിരുന്ന പത്രക്കാർക്കും അന്ന് ഉറക്കമില്ലാത്ത ദിനങ്ങളായിരുന്നു. എന്തായാലും അങ്ങനെ ഒരുപാട് ചരിത്രങ്ങളൊക്കെ ഉറങ്ങിക്കിടക്കുന്ന 2 ഇടങ്ങളാണ് തലസ്ഥാനത്തെ ക്ലിഫ് ഹൗസും അതുപോലെ തന്നെ കന്റോൺമെന്റ് ഹൗസും. 10 വർഷത്തിന് ശേഷം ഈ 2 ഇടത്തേക്കും ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുകയാണ്. കന്റോൺമെന്റ് ഹൗസിലിരുന്ന ആള് ക്ലിഫ് ഹൗസിലേക്കും, ക്ലിഫ് ഹൗസിലിരുന്ന ആള് കന്റോൺമെന്റ് ഹൗസിലേക്കും മാറുകയാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.